പ്രധാനമന്ത്രി മുദ്ര യോജന 11 വർഷം പിന്നിടുമ്പോൾ 57.79 കോടി അക്കൗണ്ടുകളിലൂടെ 40.07 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകിയത്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇതല്ല. യൂണിയൻ ബജറ്റിലൂടെ വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടും അർഹതയുള്ള ലക്ഷക്കണക്കിന് സംരംഭകർക്ക് ഇപ്പോഴും വായ്പ നിഷേധിക്കപ്പെടുന്നു. ഇതിന് കാരണം മൂലധനത്തിന്റെ അഭാവമല്ല, മറിച്ച് ബാങ്കിംഗ് അൽഗോരിതങ്ങളെയും ക്രെഡിറ്റ് അസസ്മെന്റ് മാനദണ്ഡങ്ങളെയും ഡീകോഡ് ചെയ്യുന്നതിലെ പരാജയമാണ്. മുദ്ര വായ്പ വെറുമൊരു വെൽഫെയർ സ്കീം എന്നതിലുപരി ഇന്ത്യൻ മൈക്രോ എന്റർപ്രൈസ് സെക്ടറിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഗ്യാരണ്ടി സംവിധാനമായി മാറിയിരിക്കുന്നു. 2026 പുറത്തിറക്കിയ ധനകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ് റിലീസ് പ്രകാരം പദ്ധതി ആരംഭിച്ച് 11 വർഷത്തിനുള്ളിൽ 40.07 ലക്ഷം കോടി രൂപ 57.79 കോടി അപേക്ഷകർക്കായി വിതരണം ചെയ്തു. ഇതിൽ 12 ലക്ഷം കോടി രൂപയുടെ വായ്പ ലഭിച്ചത് പുതിയ സംരംഭകർക്കാണ്. കോർപ്പറേറ്റ് ഇതര, കാർഷികേതര, ചെറുകിട സംരംഭങ്ങൾക്ക് കൊളാറ്ററൽ ഫ്രീ വായ്പ നൽകുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന ഘടന. ബാങ്കുകളുടെ സാമ്പത്തിക അപകട സാധ്യത ഇല്ലാതാക്കാൻ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഫോർ മൈക്രോ യൂണിറ്റ്സ് വഴിയാണ് ഇതിന്റെ ഗ്യാരണ്ടി നൽകുന്നത്. അതിനാൽ ബാങ്കുകൾ വായ്പ നൽകുന്നത് സ്വന്തം റിസ്കിലല്ല, മറിച്ച് സർക്കാർ ഗ്യാരണ്ടിയിലാണ്. ബാങ്കുകൾ മുദ്ര വായ്പ നിഷേധിക്കുന്നത് ഫണ്ടിന്റെ കുറവുകൊണ്ടല്ല, CGFMU ഗ്യാരണ്ടി കവറേജ് ലഭിക്കുന്നതിന് ആവശ്യമായ രേഖകളുടെയും ബിസിനസ് പ്രൊജക്ഷനുകളുടെയും കൃത്യതയില്ലായ്മ കൊണ്ടാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്ഡേറ്റഡ് MSME ഡെഫിനിഷൻ ഗൈഡ്ലൈൻസ് പ്രകാരം ഉൽപ്പാദനം, വ്യാപാരം, സേവനം, കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മാത്രമേ ഇതിനർഹതയുള്ളൂ. നേരിട്ടുള്ള കൃഷിക്ക് മുദ്ര ലഭിക്കില്ല. എന്നാൽ കോഴി വളർത്തൽ, തേനീച്ച വളർത്തൽ, ഫുഡ് പ്രോസസ്സിംഗ് പോലുള്ള കാർഷിക അനുബന്ധ മേഖലകൾക്ക് വായ്പ ലഭിക്കും. കമ്പനികളല്ലാത്ത പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങൾക്കാണ് മുൻഗണന. അപേക്ഷകന്റെ നിലവിലെ വരുമാനമല്ല, മറിച്ച് ബിസിനസ്സിലൂടെ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ക്യാഷ് ഫ്ലോ ആണ് യോഗ്യത നിശ്ചയിക്കുന്ന പ്രധാന മെട്രിക്. സംരംഭത്തിന്റെ വളർച്ചാഘട്ടത്തെ അടിസ്ഥാനമാക്കിയാണ് വായ്പാ സ്ട്രക്ചറിംഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2024-25 യൂണിയൻ ബജറ്റിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം വായ്പാ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. വായ്പകൾ ഇപ്പോൾ 4 തട്ടുകളിലായിട്ടാണ് നൽകുന്നത്. 1. ശിശു 50,000 വരെ, അതും തുടക്കക്കാർക്ക്. 2. കിഷോർ 50,000 മുതൽ 5 ലക്ഷം വരെ, വിപുലീകരണത്തിന്. ഇനി 3. തരുൺ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ. പിന്നെയുള്ളത് തരുൺ പ്ലസ് 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ. ഭൂരിഭാഗം ആദ്യകാല സംരംഭകരും ഉയർന്ന തുകയ്ക്ക് അപേക്ഷിക്കുകയും റിജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു ട്രാക്ക് റെക്കോർഡും ഇല്ലാത്തവർ ആദ്യം ശിശു കാറ്റഗറിയിൽ അപേക്ഷിച്ച് വിശ്വാസ്യത തെളിയിക്കുന്നതാണ് ഏറ്റവും മികച്ച സ്ട്രാറ്റജി. 20 ലക്ഷം രൂപയുടെ പുതിയ പരിധി എല്ലാവർക്കും ലഭ്യമായ ഒന്നല്ല. ഇതിന് കർശനമായ മുൻകാല ബാങ്കിംഗ് ചരിത്രം ആവശ്യമാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക ഒക്ടോബർ 2024 റിലീസ് ID 20688019 പ്രകാരം തരുൺ പ്ലസ് കാറ്റഗറി മുൻകാല തരുൺ വായ്പക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നുണ്ട്. 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷകൻ മുൻപ് തരുൺ കാറ്റഗറിയിൽ വായ്പ എടുത്തിരിക്കുകയും അത് കൃത്യമായി തിരിച്ചടച്ച് ക്ലോസ് ചെയ്യുകയോ മികച്ച നിലവാരത്തിൽ നിലനിർത്തുകയോ ചെയ്യേണ്ടതുണ്ട്. ഒരു പുതിയ അപേക്ഷകന് നേരിട്ട് 20 ലക്ഷം രൂപയുടെ മുദ്ര വായ്പ ലഭിക്കില്ല. ക്രെഡിറ്റ് പിരമിഡിലൂടെ താഴെ നിന്ന് മുകളിലേക്ക് കയറി വരുന്നവരെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പുതിയ എക്സ്പാൻഷൻ. കൊളാറ്ററൽ ഫ്രീ വായ്പകളിൽ ബാങ്കിന്റെ ഏക ഉറപ്പ് അപേക്ഷകന്റെ ക്രെഡിറ്റ് സ്കോറാണ്. ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ലിമിറ്റഡ് അനലിറ്റിക്സ് പ്രകാരം കൊമേഴ്ഷ്യൽ ലോൺ അപ്രൂവലുകളിൽ 75%-വും 750 മുകളിൽ സ്കോർ ഉള്ളവർക്കാണ് ലഭിക്കുന്നത്. മുദ്ര വായ്പയ്ക്ക് ഈടില്ലാത്തതിനാൽ വ്യക്തിഗത സിബിൽ സ്കോർ കൂടാതെ സ്ഥാപനത്തിന്റെ റാങ്കിങ്ങും പരിശോധിക്കപ്പെടുന്നുണ്ട്. മുൻകാല വായ്പകളിൽ ഒരൊറ്റ ലേറ്റ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ പോലും അത് അൽഗോരിതത്തിൽ റെഡ് ഫ്ലാഗ് ചെയ്യപ്പെടും. വ്യക്തിഗത വായ്പകൾ, ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് എന്നിവ നിലവിലുണ്ടെങ്കിൽ മുദ്ര അപ്രൂവൽ സാധ്യത ഗണ്യമായി കുറയും. അപേക്ഷിക്കുന്നതിന് 6 മാസം മുൻപ് തന്നെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ 30% താഴെയാക്കി നിർത്തുക എന്നതാണ് പ്രായോഗികമായ ഹാക്ക്. ഒരു സാധാരണ ബിസിനസ് പ്ലാൻ വെച്ച് ബാങ്ക് മാനേജറെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അവർക്ക് വേണ്ടത് ബാങ്കിംഗ് ഭാഷയിലുള്ള ഡേറ്റയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ബിസിനസ് വാല്യുവേഷൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് CMA, അതായത് ക്രെഡിറ്റ് മോണിറ്ററിംഗ് അറേഞ്ച്മെന്റ് ഡേറ്റ ഇല്ലാത്ത പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ഫിനാൻഷ്യൽ സിസ്റ്റം തള്ളിക്കളയുന്നു. പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഇനി പറയുന്നവ നിർബന്ധമാണ്: പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, DSCR അഥവാ ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. DSCR കുറഞ്ഞത് 1.5 മുതൽ 2 വരെ ആയിരിക്കണം. ഭൂരിഭാഗം പേരും തങ്ങളുടെ ലാഭം പെരുപ്പിച്ചു കാട്ടുന്നുണ്ട്. എന്നാൽ അമിതമായ ലാഭം കാണിക്കുന്നത് പ്രൊജക്റ്റിന്റെ യാഥാർത്ഥ്യത്തെ തന്നെ ചോദ്യം ചെയ്യും.
വ്യവസായ ശരാശരിയുമായി പൊരുത്തപ്പെടുന്ന റിയലിസ്റ്റിക് കണക്കുകൾ മാത്രമാണ് ബാങ്കുകളുടെ റിസ്ക് അസസ്മെന്റ് സോഫ്റ്റ്വെയറുകൾ അംഗീകരിക്കുക. അനൗദ്യോഗിക ബിസിനസ്സുകൾക്ക് ആധുനിക ബാങ്കിംഗ് സിസ്റ്റത്തിൽ നിലനിൽപ്പില്ല. ഔദ്യോഗിക രേഖകളുടെ പിൻബലം അനിവാര്യമാണ്. മിനിസ്ട്രി ഓഫ് MSMEയുടെ ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടൽ ഡേറ്റ പ്രകാരം മൈക്രോ സംരംഭങ്ങൾക്ക് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഉദ്യം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. GST ഫയലിംഗ് ചരിത്രം, കറണ്ട് അക്കൗണ്ടിലൂടെയുള്ള ഡിജിറ്റൽ ഇടപാടുകൾ, ആദായ നികുതി റിട്ടേൺസ് എന്നിവയാണ് ബിസിനസ് നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ. വായ്പാ തുക അക്കൗണ്ടിലേക്ക് എത്തുന്നതിന് മുൻപ് ബാങ്ക് ഇവ ക്രോസ് ചെക്ക് ചെയ്യും. സ്വന്തം സേവിങ്സ് അക്കൗണ്ടിലൂടെ ബിസിനസ് ഇടപാടുകൾ നടത്തുന്നവർക്ക് മുദ്ര ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അപേക്ഷിക്കുന്നതിന് 6 മാസം മുൻപെങ്കിലും ഒരു കറണ്ട് അക്കൗണ്ട് ആരംഭിച്ച് UPI വഴി ടേൺ ഓവർ കാണിക്കുന്നത് വായ്പാ സാധ്യത 80% വരെ വർദ്ധിപ്പിക്കും. മാനുവൽ ആപ്ലിക്കേഷനുകളേക്കാൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളാണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അവതരിപ്പിച്ച ജൻ സമർത്ഥ് പോർട്ടൽ 2026 ഗൈഡ് ലൈൻസ് പ്രകാരം സർക്കാർ വായ്പാ പദ്ധതികൾക്കുള്ള ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. 1. ജൻ സമർത്ഥ് പോർട്ടലിലോ ഉദ്യം മിത്ര പോർട്ടലിലോ ലോഗിൻ ചെയ്യുക. 2. പ്രൊഫൈൽ സൃഷ്ടിച്ച് ഡിജിറ്റൽ ഫോം പൂരിപ്പിക്കുക. 3. ഈ പോർട്ടലുകൾ ഒന്നിലധികം ബാങ്കുകളുമായി അപേക്ഷകനെ ബന്ധിപ്പിക്കുന്നു. 4. ബാങ്കുകൾ പോർട്ടലിലൂടെ തന്നെ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ നൽകുന്നുമുണ്ട്. പോർട്ടൽ വഴി ലഭിക്കുന്ന ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ഫൈനൽ സാങ്ഷൻ അല്ല. ഇത് ബാങ്കിന് നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കാൻ താൽപ്പര്യമുണ്ട് എന്നതിൻ്റെ സിഗ്നൽ മാത്രമാണ്. ഫൈനൽ അപ്രൂവലിന് ഫിസിക്കൽ വെരിഫിക്കേഷൻ നിർബന്ധമാണ്. റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം മുദ്ര വായ്പകൾ വിതരണം ചെയ്യാൻ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നീ മെമ്പർ ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് അധികാരമുണ്ട്. ഒരു സ്വകാര്യ ബാങ്കിനേക്കാൾ മുദ്ര വായ്പ നൽകാൻ ഗവൺമെന്റ് ടാർഗറ്റുള്ള പൊതുമേഖലാ ബാങ്കുകൾക്കോ ഗ്രാമീണ ബാങ്കുകൾക്കോ താൽപ്പര്യമുണ്ടാകും. ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ കറണ്ട് അക്കൗണ്ട് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ അപേക്ഷിക്കുന്നതാണ് ഉചിതം. ഒരിക്കലും അപരിചിതമായ ഒരു ബ്രാഞ്ചിൽ കയറി ചെന്ന് അപേക്ഷ നൽകരുത്. നിലവിൽ നിങ്ങളുടെ സപ്ലയർമാരോ ഉപഭോക്താക്കളോ ഉപയോഗിക്കുന്ന ബാങ്ക് ബ്രാഞ്ചാണെങ്കിൽ അത് പരോക്ഷമായി നിങ്ങളുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കും. അപൂർണമായ രേഖകളാണ് 60% ആപ്ലിക്കേഷൻ റിജക്ഷനുകൾക്കും കാരണം. മുദ്ര ലിമിറ്റഡ് നൽകുന്ന ഒഫീഷ്യൽ ചെക്ക് ലിസ്റ്റ് 2026 പ്രകാരം അപേക്ഷയ്ക്കൊപ്പം കൃത്യമായ ഐഡന്റിറ്റി, അഡ്രസ്, ബിസിനസ് പ്രൂഫുകൾ നൽകേണ്ടതുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. KYC രേഖകൾ, അതായത് ആധാർ, പാൻ ഒക്കെ. 2. ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. 3. അവസാന 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. 4. മെഷീനറി ഓർ സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള കൊട്ടേഷൻ, സപ്ലയറുടെ വിവരങ്ങൾ സഹിതം കൊടുക്കണം. 5. കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതായത് SC, ST, OBC വിഭാഗത്തിൽ നിന്നാണെങ്കിൽ എന്നുള്ളത്. 6. 2 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 2 വർഷത്തെ ITRും പ്രൊജക്റ്റഡ് ഫിനാൻഷ്യൽസും കൊടുക്കണം. ബാങ്കുകൾ ഏറ്റവും സൂക്ഷ്മമായി പരീക്ഷിക്കുന്നത് സപ്ലയർ കൊട്ടേഷനാണ്. ഓവർ വാല്യുവേഷൻ കാണിച്ച് കൂടുതൽ വായ്പ എടുക്കാൻ ശ്രമിക്കുന്നത് ബാങ്കിലെ കൺകറന്റ് ഓഡിറ്റിൽ പിടിക്കപ്പെടും. വായ്പ അനുവദിക്കാനുള്ള അന്തിമ അധികാരം ഗവൺമെന്റിനല്ല, ലോക്കൽ ബ്രാഞ്ച് മാനേജർക്കും ബാങ്കിന്റെ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റിനുമാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം കൊളാട്രൽ രഹിത വായ്പകളിൽ ബ്രാഞ്ച് ലെവൽ ക്രെഡിറ്റ് കമ്മിറ്റിക്കാണ് അപ്രൂവൽ അധികാരം. ബാങ്ക് മാനേജർ ഇവിടെ പരിശോധിക്കുന്നത് 3 Cകളാണ്: ക്യാരക്ടർ, കപ്പാസിറ്റി, കണ്ടീഷൻസ്. സർക്കാർ പദ്ധതിയാണെങ്കിലും വായ്പ കിട്ടാക്കടമായാൽ അത് മാനേജറുടെ പ്രകടനത്തെയും ബാധിക്കും. മാനേജറെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബിസിനസ് ഐഡിയ എത്ര മികച്ചതാണ് എന്നതിലല്ല, വായ്പ മുടങ്ങിയാൽ ബാങ്കിന്റെ പണം എങ്ങനെ തിരിച്ചു പിടിക്കും എന്നതിലാണ് ആശങ്ക. ബിസിനസ്സിലെ പ്ലാൻ B എന്താണെന്ന് കൃത്യമായി വിശദീകരിക്കുന്നത് ഇത്തരത്തിലുള്ള അവരുടെ റിസ്ക് ഭയം കുറയ്ക്കും. RBI സിറ്റിസൺസ് ചാർട്ടർ പ്രകാരം മുൻഗണനാ വിഭാഗം വായ്പകൾ സമയബന്ധിതമായി തീർപ്പാക്കേണ്ടതുണ്ട്. ശിശു രേഖകൾ കൃത്യമാണെങ്കിൽ 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ അപ്രൂവൽ ലഭിക്കും. കിഷോർ ആൻഡ് തരുൺ വിശദമായ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷനും ക്രെഡിറ്റ് അപ്രൈസലും ഉള്ളതിനാൽ 3 മുതൽ 4 ആഴ്ച വരെ സമയമെടുക്കും. തരുൺ പ്ലസ് പൂർണ്ണമായ ഫിനാൻഷ്യൽ ഓഡിറ്റ് ആവശ്യമായതിനാൽ 1 മാസത്തോളം സമയം വേണ്ടിവരും. ബാങ്ക് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ബിസിനസ് സ്ഥലത്ത് നടത്തുന്ന പ്രീ സാങ്ഷൻ വിസിറ്റ് വളരെ നിർണായകമാണ്. ആ സമയത്ത് രേഖകളിലെ അഡ്രസ്സും പ്രവർത്തിക്കുന്ന സ്ഥലവും ഒന്നായിരിക്കണം. ഡിസ്ക്രിപ്പൻസി ഉണ്ടായാൽ വായ്പ തൽക്ഷണം നിരസിക്കപ്പെടും. 2026 മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഡേറ്റ അനുസരിച്ച് വിതരണം ചെയ്ത 40.07 ലക്ഷം കോടി രൂപയിൽ 2/3 ഭാഗവും വനിതാ സംരംഭകർക്കാണ്. 49% വായ്പകളും SC, ST, OBC വിഭാഗങ്ങൾക്കാണ് ലഭിച്ചത്. അതായത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റികൾക്കും സ്ത്രീകൾക്കും മുദ്ര വായ്പ ലഭിക്കാനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. വീട്ടിലെ പുരുഷന്മാരുടെ പേരിൽ അപേക്ഷിക്കുന്നതിനേക്കാൾ ബിസിനസ്സിൽ പങ്കാളിത്തമുള്ള സ്ത്രീകളുടെ പേരിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത് ബാങ്കുകളുടെ മുൻഗണനാ ടാർഗറ്റ് വേഗത്തിൽ മീറ്റ് ചെയ്യാൻ അവരെ സഹായിക്കും. ഇത് അപ്രൂവൽ റേറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2026 പ്രസിദ്ധീകരിച്ച വിഷൻ IAS മാക്രോ അനാലിസിസ് റിപ്പോർട്ട് പ്രകാരം മുദ്രാ വായ്പകളുടെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് നിരക്ക് വെറും 2.3% കുറഞ്ഞിരിക്കുന്നു.
ട്രേഡിംഗ്, ടെക്സ്റ്റൈൽസ്, ഫുഡ് പ്രോസസ്സിംഗ് എന്നീ മേഖലകളിലാണ് ഏറ്റവും അധികം വായ്പകൾ വിജയകരമായി വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബാങ്കുകൾ സർവീസ് സെക്ടറിനേക്കാൾ മാനുഫാക്ചറിംഗ് ഓർ ട്രേഡിംഗ് സെക്ടറുകളെ കൂടുതൽ സുരക്ഷിതമായി കണക്കാക്കുന്നുണ്ട്. കാരണം ഇവിടെ വിൽക്കാനാകുന്ന ഇൻവെന്ററി ഉണ്ട്. പൂർണ്ണമായും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കൺസൾട്ടിംഗ് പോലുള്ള ടാഞ്ചിബിൾ അല്ലാത്ത അസറ്റുകളുള്ള ബിസിനസ്സുകൾക്ക് മുദ്ര ലഭിക്കാൻ കൂടുതൽ തെളിവ് നൽകേണ്ടി വരും. അതിനാൽ മെഷീനറിയോ വർക്കിംഗ് ക്യാപിറ്റലോ പ്ലാനിൽ വ്യക്തമായി ഉൾപ്പെടുത്തുക. അപേക്ഷ മുതൽ തുക വിതരണം ചെയ്യുന്നത് വരെയുള്ള പൂർണ്ണമായ അൽഗോറിതമിക് ഫ്ലോ ചാർട്ട്. എന്തൊക്കെയാണ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്നുകൂടി നമുക്ക് നോക്കാം. 1. പ്രീ ക്വാളിഫിക്കേഷൻ. സിബിൽ സ്കോറും ഉദ്യമവും ഡിജിറ്റലായി വിലയിരുത്തപ്പെടുന്നു. 2. ആപ്ലിക്കേഷൻ ഇഞ്ചക്ഷൻ. ജൻസമർത്ഥ് വഴി അല്ലെങ്കിൽ നേരിട്ടുള്ള ഫയൽ സമർപ്പിക്കൽ. 3. ക്രെഡിറ്റ് അപ്രൈസൽ. ബാങ്ക് മാനേജർ CMA ഡേറ്റയും പ്രോജക്റ്റ് റിപ്പോർട്ടും കൃത്യമായി വിശകലനം ചെയ്യുന്ന സമയം. 4. ഫീൽഡ് വെരിഫിക്കേഷൻ. ബിസിനസ് ലൊക്കേഷൻ ഫിസിക്കലായി പരിശോധന നടത്തുന്നു. 5. സാങ്ഷൻ ലെറ്റർ ഇഷ്യൂ. സിസ്റ്റം അപ്രൂവൽ നൽകിയാൽ നിയമപരമായ വായ്പാ കരാർ ഒപ്പിടുന്നു. 6. ഡിസ്ബേഴ്സ്മെന്റ്. പണം അപേക്ഷകന്റെ അക്കൗണ്ടിലേക്കല്ല, മറിച്ച് വെണ്ടറുടെ ഓർ സപ്ലയറുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. മെഷീനറികൾക്കാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സ്മാർട്ട് കാർഡായോ ഓവർ ഡ്രാഫ്റ്റായോ അനുവദിക്കുന്നു. വായ്പ പാസ്സായി കഴിഞ്ഞാൽ തുക മുഴുവനായി സ്വന്തം അക്കൗണ്ടിലേക്ക് കിട്ടുമെന്ന് കരുതരുത്. ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നത് തടയാൻ പർച്ചേസ് ഇൻവോയ്സുകളുടെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായാണ് ബാങ്കുകൾ പണം വിതരണം ചെയ്യുന്നത്. ഇനി കിട്ടുന്ന പണം കൃത്യമായും പക്വതയോടെയും കൈകാര്യം ചെയ്യുന്നതിലാണ് നിങ്ങളുടെ ബിസിനസ് വിജയിക്കുന്നതും നിങ്ങളുടെ ഭാവിയുടെ വിജയം ഇരിക്കുന്നതും.